ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് ബജാജ് മാക്സിമ ZCNGയുടെ ക്ലച്ച് ഡിസ്ക് ചേഞ്ച് ചെയ്യണതിന് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഓയിലും ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ബോഡി കവറുകൾ അഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അഴിക്കേണ്ടത് ക്ലച്ച് കേബിളാണ് ഫസ്റ്റ് റിലീസ് ചെയ്യേണ്ടത്. നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാൻ 12-ൻ്റെ നെറ്റ് അപ്പുറത്തും നെട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് അപ്പുറത്തെ നെറ്റ് ലൂസ് ചെയ്യാനില്ല, കാരണം ഓൾറെഡി ലൂസ് ചെയ്ത് മാക്സിമം കുറച്ചിട്ടിട്ടാണ് ഓടിച്ച് തീർത്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേബിൾ റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയിട്ട് ഫുള്ളായി അലി പറയുന്ന ഇപ്പോൾ ഇത് ഫുള്ള് തള്ളി വെച്ചിട്ടാണ് ഓടിച്ചേക്കുന്നത്, പ്ലേ ഒട്ടുമില്ല. ഇതിൻ്റെ ഉള്ളിലൊരു കേബിളിൻ്റെ ലോക്ക് ഉണ്ട്, അത് ആദ്യം നമ്മൾ റിലീസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് കേബിൾ ഇങ്ങനെ തള്ളി കൊടുക്കാം, റിലീസാക്കാം. ഇതിൽ നിന്ന് വിടിയിച്ച് കേബിളിങ്ങനെ വിടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈ സ്റ്റേ എന്തായാലും അഴിക്കേണ്ടി വരും. ഈ സ്റ്റേ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ കേബിൾ അങ്ങോട്ട് മാറി കിട്ടും. ഇപ്പോൾ എന്തായാലും നാളെ കാണിക്കാൻ വേണ്ടി ക്ലച്ച് കേബിൾ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രീത്തർ ഹോസ് ഉണ്ട്, അത് വരുന്നത് നേരെ ക്ലച്ച് കവറിലാണ്. അതിന് ബ്രീത്തർ ഹോസ് വരുന്നത് നേരെ എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ഒരു ഹോസാണത്. അപ്പോൾ അതിൻ്റെ ലോക്ക് പ്ലെയർ വെച്ച് പുറത്തേക്ക് ക്ലിപ്പ് ഒരെണ്ണം പുറത്തേക്ക് മാറ്റാം, ഒന്ന് വലിച്ച് കോഴി മാറ്റി വെക്കാം. അത്രേ ഉള്ളൂ. എന്താണ് ഹോസ് വരുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓയിൽ ചോർത്താണെങ്കിൽ ഇവിടെ താഴെ അടിയിലായിട്ട് എൻജിൻ കേസിൽ 16-ൻ്റെ ബോൾട്ട് ഉണ്ട്, ട്രെയിനിട്ട് അത് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്ത് മൊത്തം ഊരിയെടുക്കുക. ഇതിങ്ങനെ ഊരിയെടുക്കുക. ഓയിൽ നല്ലോണം കട്ടിയായിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് കത്തിയതുകൊണ്ട് ഓയിൽ ചോർത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മണം ഉണ്ടാവും. ക്ലച്ച് ഡിസ്ക് കത്തിയതിൻ്റെ നല്ല കുറുകുറാന്ന് ഓയിൽ വരും, നല്ല കട്ടിയായിരിക്കും. ക്ലച്ച് ഡിസ്കും കൂടെ അരഞ്ഞ് പ്ലേറ്റും മെറ്റലും കോർക്കെല്ലാം അരഞ്ഞ് നല്ല കട്ടിയും. അതാണിപ്പോൾ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അഴിക്കാനുള്ളതാണ് ഈ 13-ൻ്റെ നെട്ടുണ്ട്. അത് കൊട നെട്ടെന്ന് പറയും, ഗ്യാപ്പ് നെട്ടെന്ന് പറയും. അങ്ങനെ ഇത് രണ്ടും വന്നത് ഓയിൽ കൂളറിൽ നിന്നുള്ള പൈപ്പാണ്. അതായത് ഈ പൈപ്പ് വന്നേക്കുന്നത് ക്ലച്ച് കവറിലാണ് ഓയിൽ പമ്പ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം അത് നെട്ടൂര. തുടർന്ന് അതിൻ്റെ വാഷർ, കോപ്പർ വാഷറുണ്ട്, 2 പൈപ്പുണ്ട്, റിട്ടേണും ഇല്ലറ്റും. രണ്ടും റിമൂവ് ചെയ്യുക, മാറ്റി വെക്കുക. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഓയിലുകൾ ചാടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പൈപ്പ് 2 റിമൂവ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാൽ മതി. നമുക്ക് ക്ലച്ച് കഴിക്കാൻ പാകത്തിന് ക്ലച്ചിൻ്റെ ബോൾട്ടുകൾ. ഇനി ക്ലച്ച് കവറിൽ ചുറ്റുമുള്ള എല്ലാ 8-ൻ്റെ ബോൾട്ടുകൾ കഴിക്കുക. വലുതും ചെറുതുമായ ബോൾട്ടുകളുണ്ട്, അത് കംപ്ലീറ്റ് എല്ലാം റിമൂവ് ചെയ്യുക. പിന്നെ ക്ലച്ച് കവർ ഊരുമ്പോൾ ഇത്രയും ബോൾട്ടുകൾ മാത്രമേ കവറിൽ നിന്ന് ഊരാൻ പാടുള്ളൂ. അതിൽ വേറെ ബോൾട്ടുകളുണ്ട്, നെട്ടുകളുണ്ട്, പിന്നെ പൈപ്പ് പിടിപ്പിക്കുന്ന കണക്ഷൻ വരുന്ന ബോൾട്ടുകളുണ്ട്.
അതൊന്നും അഴിക്കേണ്ട കാര്യമില്ല. ഈ 8ൻ്റെ വലിയത് 3 അതിൻ്റെ ചെറുത് 4 പിന്നെ ഉള്ള 5 ചെറിയ ബോൾട്ടുകൾ ചുറ്റിനുള്ളത്. ഇത്ര മാത്രം അഴിച്ചു കഴിഞ്ഞാൽ കവർ ഇങ്ങോട്ട് പോരും. ഇത്രയും ചുറ്റിനുള്ള ഇത്രയും ബോൾട്ടുകൾ മാത്രം അഴിച്ചാൽ മതി.